ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു ബ്രോക്കലി കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലേറ്റാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രോക്കലി എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അതിനെ ഒന്ന് വെള്ളത്തിൽ 2-3 തവണ കഴുകി എടുക്കുകയാണ്. കഴുകുന്ന കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഞാനതിനെ ഒന്ന് നന്നായിട്ട് നന്നായി വെള്ളത്തിലൊന്ന് തിളപ്പിച്ചിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് വെള്ളം ഊറ്റി കളഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഇതിൻ്റെ ഈ ചൂടൊന്ന് പോകാനായിട്ട് കുറച്ച് നല്ല വെള്ളത്തിൽ, അതായത് പച്ചവെള്ളത്തിൽ ഒന്ന് നമ്മൾ കഴുകിയെടുക്കും. കഴിഞ്ഞിട്ട് ഞാൻ ഈ ബ്രോക്കലിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരുപാട് അരിയൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ട് നമുക്ക് കുഴയ്ക്കാൻ കിട്ടുന്ന പരുവത്തിന് ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. പിന്നെ ഒരു ക്യൂബ് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിനെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വെള്ളത്തിൻ്റെ നനവിനനുസരിച്ച് ചേർക്കാം. ഒത്തിരി വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നിന് പകരം 1-2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം കയ്യിൽ ഇത്തിരി എണ്ണ തടവിയതിന് ശേഷം നമ്മൾ ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ അതിനെ ഒന്ന് എടുക്കുക. പല പല ഷേപ്പ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഷേപ്പുകളാക്കിയിട്ട് അതിനെ മാറ്റാം. ഇത് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല ബോക്സിലായിട്ട് ഇതുപോലെ എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഉണ്ടാക്കേണ്ട സമയത്ത് എടുത്ത് ഇതുപോലെ വറുത്തെടുത്താലും മതിയാകും. നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കാവുമ്പോൾ നമുക്ക് നെയ്യ് എടുത്താലും മതിയാകും. കുറച്ച് നെയ്യ് എടുത്തിട്ട് നമുക്ക് ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കട്ട്ലേറ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒരു പരുവാകുമ്പോഴത്തേക്കും, അതിൻ്റെ ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആവുന്നുണ്ട്. 2 സൈഡിലും കളറൊക്കെ ഒന്ന് മാറി ഏകദേശം ഒരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കത് ഏകദേശം ആയി എന്ന് മനസ്സിലാവാം. ഇപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഏതിൻ്റെങ്കിലും സോസിൻ്റെ എല്ലാം കൂടെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് ഇതിനെ സെർവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഇഷ്ടപ്പെടും കുട്ടികൾക്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്